ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ യൂട്യൂബ് മാസ്റ്റേഴ്സ്. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ റോഡ് സൈഡിൽ പുത്തരി ചുണ്ട നിൽക്കുന്നത് കണ്ടത്. ഇതിൽ നിറച്ച് കായുണ്ട്. കുറച്ച് പിച്ചിയെടുത്തു. ഇത് ഹെൽത്തിയാണ്, ന്യൂട്രീഷ്യസ് ആണ്. ദഹനക്കുറവ്, ക്യാൻസർ, ഡയബറ്റീസ്, നെഞ്ചുവേദന എന്നീ രോഗങ്ങൾക്ക് ഇത് മരുന്നായി ഉപയോഗിക്കാം. നമുക്ക് ഇനിയും വീട്ടിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചുണ്ടക്കയും കൊണ്ട് ചുണ്ടക്ക മെഴുക്കുവരട്ടിയാണ്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചുണ്ടക്ക എടുത്ത് നമ്മൾ പൊട്ടിച്ചെടുക്കാവുന്നു. നമുക്ക് ഫ്രണ്ട്സ്, നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പൊട്ടിച്ചതും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഫ്രണ്ട്സ്, ഇത് നല്ലതുപോലെ ഞെരടി കഴിയണം. ഫ്രണ്ട്സ്, ഇത് നല്ലതുപോലെ കഴുകിയിട്ട് ഇതിൻ്റെ അകത്തൊരു അരിയുണ്ട്, അത് നമുക്ക് കളയണം. ഫ്രണ്ട്സ്, ചുണ്ടയ്ക്ക് 3-4 തവണ വൃത്തിയാക്കി കഴുകിയെടുത്തതാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്: ഉള്ളി അരിഞ്ഞത്, തേങ്ങയും മുളകും അരിഞ്ഞത്, പിന്നെ ശകലം ഉപ്പ്. ഫ്രണ്ട്സ്, ഇനി ഈ ചുണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതൊരു 4 പ്രാവശ്യമെങ്കിലും കഴുകണം. ഫ്രണ്ട്സ്, ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ചുണ്ടയ്ക്ക അവിടെ റെഡി ആവട്ടെ. നമുക്ക് മൾട്ടി കളർ എഗ് ഫ്രൈ പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ഉപ്പ്, രണ്ടാമത്തെ കുരുമുളക്. ഫ്രണ്ട്സ്, ഇതിന് ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. നമുക്ക് സവാള അരിഞ്ഞതിടാം. തക്കാളി അരിഞ്ഞിടാം. പിന്നെ ശംഖുപുഷ്പം, മുളക് അരിഞ്ഞത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ചുണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ചുണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് വഴണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ഫ്രൈ ഉണ്ടാക്കാം.
എഗ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റിയാണ്, ഡെലീഷ്യസും ആണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, ഇനി നമുക്ക് എഗ് ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ന്യൂട്രീഷ്യസ് ആണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് ഗേസ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.